ഇതിപ്പോൾ ഇത്രയും വിപുലമായ രീതിയിലാണല്ലോ. അതായത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ജനുവരി 19 മുതൽ ഫെബ്രുവരി 3 വരെ എന്ന് പറഞ്ഞാൽ ദീർഘമായൊരു കാലയളവാണ്. ചർച്ച ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സ്റ്റുഡിയോൻ്റെ താഴെ കൂടി നടന്നു പോകുമ്പോൾ ഒരാൾ ഒരു സ്ത്രീ വേറൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ 12 കൊല്ലത്തിലൊരിക്കൽ നടക്കുന്ന ഒരു കുംഭമേളയാണ് അവിടെ നടക്കുന്നത്. വളരെ ലളിതമായി അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് അറിയുണ്ടാവില്ല നേരത്തെ നടന്നുണ്ടോ ഇല്ലതിനെ കുറിച്ച് അവർ വേറെ ആയിരിക്കില്ല. പക്ഷേ എങ്കിലും ആളുകളുടെ താഴെത്തരത്തിൽ ഇതൊക്കെ കുറേയൊക്കെ എത്തിച്ചേർന്നുണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു ഇത്തരം കാര്യങ്ങളൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ എന്ത് നടന്നു എന്നുള്ളതല്ല പ്രധാനം. അതെങ്ങനെ സമൂഹത്തിനുള്ളിലേക്ക് കടന്നു കയറി എന്നുള്ളതാണല്ലോ പലപ്പോഴും പ്രധാനം. അപ്പോൾ പല കാര്യങ്ങളും അങ്ങനെയാണ്. ഇപ്പോൾ അയോധ്യയിൽ എന്ത് നടന്നു എന്നുള്ളതല്ല, അയോധ്യയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അയോധ്യയിൽ ഒന്നും നടക്കുന്നില്ല. അയോധ്യ ഇന്ത്യയിൽ ഒരു വലിയൊരു പ്രശ്നമായി മാറുമ്പോൾ പോലും അയോധ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവണമെന്നില്ല. കാരണം അതൊരു ആഖ്യാനത്തിൻ്റെ ഒരു ആഖ്യാനമാണ്. ആ രീതി സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തിരുനാവായിലെ ഈ കുംഭമേള എന്ന് പറയുന്ന സംഗതി കേരളീയ സമൂഹത്തിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും? അത് ഈ വാർത്തകളിലൂടെ നിലവിലൊരു ഹിന്ദുത്വ അനുകൂല ധ്രുവീകരണം കേരളത്തിൽ നടക്കുന്നുണ്ടല്ലോ, സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും. അതിന് ഗുണം ചെയ്തിട്ടുണ്ട്. അതിന് കുറച്ച് ഊർജം പകരുന്നതാണ്. പക്ഷെ അതേസമയം തന്നെ കേരളീയ സംസ്കാരവുമായി ബന്ധപ്പെട്ട്, കേരളത്തിൻ്റെ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് ഇത് തന്നെ ഒരു സാധ്യതയാണ്. പുരോഗമനവാദികളെ സംബന്ധിച്ച്, ഇടതുപക്ഷ രാഷ്ട്രീയക്കാരെ കുറിച്ചോ സംബന്ധിച്ചൊക്കെ ഇത് വേറെ സാധ്യതയാണ്. അത് യഥാർത്ഥത്തിൽ എന്താണ് കേരളം എന്ന് ചർച്ച ചെയ്യാനുള്ള സാധ്യതയാണ്. കേരളം എന്താണ്, എങ്ങനെയാണ് കേരളം രൂപപ്പെട്ടത്, എങ്ങനെയാണ് കേരളത്തിലെ സാമൂഹിക പ്രസ്ഥാനങ്ങൾ വന്നത്, എന്തുകൊണ്ടാണ് കേരളം ഉത്തരേന്ത്യയെ പിന്തുടരാത്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഇത് തുറന്നിടുന്നുണ്ട്. ഒരു ആശയ സമരത്തിനുള്ള തുടക്കം കുറിക്കലായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അത് ഒരു ആശയ സമരത്തിനുള്ള വഴി തുറന്നിടുകയാണ് കുംഭമേള ചെയ്തതെന്നാണ് ഞാൻ കരുതുന്നത്. കുംഭമേളയല്ല, മാഘമഹോത്സവം.